Um, Today we will continue our discussion on rotating frames. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എവിടെ റൊട്ടേഷൻ ഉണ്ടോ ദർ ഇസ് ആൻ ആക്സിലറേഷൻ. സോ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ആർ ബേസിക്കലി ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, അതായത് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ന്യൂട്ടൺസ് ലോ വാലിഡ് ആയിരിക്കില്ല ഇങ്ങനത്തെ ഫ്രെയിംസിൽ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിമുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫോഴ്സുകൾ കയറി വരും, സം ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഓക്കെ, ഒറിജിൻ അറിയാത്ത കുറച്ച് ഫോഴ്സുകൾ നമുക്കതിൽ കയറി വരും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ ഡിസ്കസ് ചെയ്തു. അതായത് ഇഫ് എ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ് ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം, റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ ദർ ഇസ് എ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൺലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അവിടെയുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്, റിയൽ ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഇസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൺലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ റൊട്ടേറ്റിംഗ് ഫ്രെയിം, ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാണെങ്കിൽ പോലും ആ പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ, ഓക്കെ, ദർ ഇസ് അനദർ പാർട്ട്, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് പുറമെ വേറെ പാർട്ടും കൂടി കയറി വരും. സോ ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് കോറിയോളിസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ അവിടെ എഴുതുണ്ടായി. ഓക്കെ, അപ്പോൾ ഒരു ഇനേർഷ്യൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഫോഴ്സ് എഫ് പ്രൈം, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 2, അവിടെ ഒരു എം മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, 2m ഒമേഗ ക്രോസ് വി പ്രൈം മൈനസ് m ഒമേഗ ക്രോസ് ആർ. അതായത് ഇവിടെ ഒരു എം ഉണ്ട്, ഓക്കെ, ഇവിടെ ഒരു എം ഉണ്ട്, സെയിം ടൈം ഇവിടെ ഒരു എം ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് എക്സ്ട്രാ പാർട്ടുകൾ ഉണ്ടായിരിക്കും. എക്സ്ട്രാ പാർട്ടിൽ ഒന്നെന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, ഒന്നെന്ന് പറയുന്നത് കോറിയോളിസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നൗ നമുക്ക് ഇതിലെ കോറിയോളിസ് ഫോഴ്സ് മാത്രം ഒന്ന് എടുത്ത് നോക്കാം. കോറിയോളിസ് ഫോഴ്സ് ബേസിക്കലി റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് കോറിയോളിസ് ഫോഴ്സ് അപ്പിയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അപ്പം മാത്രമേ അതിന് ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി ഞാൻ പറഞ്ഞു എർത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ എർത്തിലും ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് റെസ്പെക്ട് ടു എർത്ത് ദർ വിൽ ബി എഫക്ട്സ് ഓഫ് കോറിയോളിസ് ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റുകൾ, എർത്തിൽ എന്താ എഫക്റ്റ് ഉണ്ടാവുക എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇഫ് എ ബോഡി ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി പ്രൈം, പ്രൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂവിങ് ഫ്രെയിമിനെയാണ് നമ്മൾ പ്രൈം കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ മൂവിങ് ഫ്രെയിമിലുള്ള വെലോസിറ്റിനെയാണ് ഞാൻ വി പ്രൈം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എർത്തിലൊരു ഫ്രെയിം ഫിക്സഡ് ആക്കി വെച്ചിട്ട് എർത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ബേസിക്കലി. അപ്പോൾ എർത്തിൽ ഇത് ഫിക്സ് ചെയ്ത ഫ്രെയിമിൽ ആ പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ആ വെലോസിറ്റി വി പ്രൈം ആണെങ്കിൽ ദർ ഇസ് എ കോറിയോളിസ് ഫോഴ്സ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 2m ഒമേഗ ക്രോസ് വി പ്രൈം, ഒരു മൈനസും ഉണ്ടാവും. ഓക്കെ, ആക്ട്സ് ഓൺ ഇറ്റ്. ഇതായിരിക്കും കോറിയോളിസ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ കോറിയോളിസ് ഫോഴ്സ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, വേറെ റിയൽ ഫോഴ്സുകളൊന്നുമില്ല, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്തു. വി ആർ ജസ്റ്റ് ചെക്കിംഗ് കോറിയോളിസ് ഫോഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കോറിയോളിസ് ഫോഴ്സ്. നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇഫ് എ ബോഡി ഈസ് ഫാളിംഗ് ഫ്രീലി ഓൺ എർത്ത്, ഓക്കെ, എർത്തിൽ ഒരു ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ്, അതിനുണ്ടാവുന്ന കോറിയോളിസ് ഫോഴ്സ്, കോറിയോളിസ് പാർട്ട് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ഇമാജിനേഷൻ വേണം. സോ എർത്ത് എന്ന് പറയുന്നത്, എർത്ത് ഇസ് എ സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ ഒരു കൺസെപ്റ്റ് കയറി വരണം. ഓക്കെ, ഇതിന് നമുക്ക് ഇതിലെ എല്ലാ ഡയറക്ഷൻസ് ഒക്കെ ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ബേസിക്കലി നമ്മുടെ എർത്തിൽ ഈ സർഫസിൽ എവിടെ നിന്നാലും, ഓക്കെ, ഞാൻ ഐ ഹാവ് എ നോർത്ത്, ഐ ഹാവ് എ സൗത്ത്, ഐ ഹാവ് എ ഈസ്റ്റ്, ഐ ഹാവ് എ വെസ്റ്റ്. ഓക്കെ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു ഡയറക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. അതൊരു സ്ഫിയർ ഒരു പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലെയിനിലുള്ള ആ പോയിന്റിലുള്ള ഡയറക്ഷൻസ് ആണ്
നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഓക്കെ, അതിൽ ഞാൻ നോർത്ത് ഡയറക്ഷനെ ഞാൻ വൈ ഡയറക്ഷനായിട്ട് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഞാൻ അതിൻ്റെ എന്താ പറയുക യൂണിറ്റ് വെക്ടർ ജെ ആയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിയറിൽ കാണാം നോർത്ത് ഡയറക്ഷൻ ഈസ് വൈ ഡയറക്ഷൻ, അല്ലെങ്കിൽ ജെ ക്യാപ്പ് വെച്ചിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യും. അതിൻ്റെ യൂണിറ്റ് വെക്ടറാണ് ജെ ക്യാപ്പ്, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ഓക്കെ, അപ്പോൾ സൗത്ത് എന്ന് പറയുന്നത് മൈനസ് ജെ ഡയറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് വൈ ഡയറക്ഷൻ ആയിരിക്കും സൗത്ത് എന്ന് പറയുന്നത്. സിമിലർലി ഈസ്റ്റ് ഡയറക്ഷനെ ഞാൻ പ്ലസ് എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഐ ക്യാപ്പ് ഡയറക്ഷൻ ആയിട്ട് ഞാൻ എടുത്തു. അതിൻ്റെ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്, ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ വെസ്റ്റ് ഡയറക്ഷൻ നാച്ചുറലി എന്തായിരിക്കും? മൈനസ് ഐ ക്യാപ്പ്, അതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റിൽ ഓക്കെ, അത് വരുന്നതിൻ്റെ മുന്നേ, അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ഒരു ബോഡി ഫ്രീ ഫാൾ നടത്തിക്കൊണ്ട്, ഫ്രീ ഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ട്രാവൽ ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എർത്ത്. ഓക്കെ, അപ്പോൾ എപ്പോഴും റേഡിയൽ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഒരു ഫ്രീ ഫാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലേക്കാണ് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ റേഡിയൽ ഡയറക്ഷനിലായിരിക്കും അത് വന്ന് വീഴുക. ആ ഡയറക്ഷനെ ഞാൻ സെഡ് ഡയറക്ഷനായിട്ട് എടുത്തു, കെ ഡയറക്ഷൻ, റേഡിയലി ഔട്ട്വേർഡ്, അതിനെയാണ് ഞാൻ പ്ലസ് കെ എന്ന് എടുത്തു. ഓക്കെ, സെഡ് ഡയറക്ഷൻ. അപ്പോൾ എനിക്ക് എക്സ് ഡയറക്ഷനായി, വൈ ഡയറക്ഷനായി, സെഡ് ഡയറക്ഷനായി. എക്സും വൈയും എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്, വൈ എന്ന് പറയുന്നത് നോർത്താണ്. ഓക്കെ, സെഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി റേഡിയലി ഔട്ട്വേർഡ്. ഓക്കെ, അപ്പോൾ ആ മൂന്ന് ഡയറക്ഷനും ക്ലിയർ ആയി. അപ്പോൾ ഫ്രീലിംഗ് ഫാളിംഗ് ബോഡി എന്ന് പറയുന്നത് വി പ്രൈം, ഈ നോൺ ഇനേഷ്യൽ ഫ്രെയിമിലാണ് ഞാൻ മെഷർ ചെയ്യുന്നത്, മൂവിങ് ഫ്രെയിമിലാണ് മെഷർ ചെയ്യുന്നത്. സോ വി പ്രൈം ഈക്വൽ ടു സം മാഗ്നിറ്റ്യൂഡ് വി പ്രൈം ഇൻറ്റു അതിൻ്റെ ഡയറക്ഷൻ മൈനസ് കെ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് വി പ്രൈം ഈക്വൽ ടു വെക്ടർ വി പ്രൈം ഈക്വൽ ടു സം മാഗ്നിറ്റ്യൂഡ് വി പ്രൈം ഇൻറ്റു മൈനസ് കെ. അതായത് സെഡ് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്, റേഡിയലി ഔട്ട്വേർഡ് ആണെങ്കിൽ ഇത് താഴേക്ക് റേഡിയലി ഇൻവേർഡ് ആണ് വീണുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. ഞാൻ കമ്പോണൻ്റ് ആക്കി എഴുതാൻ പോവാണ് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് എർത്ത്, അത് ഫിക്സഡ് ആണ്. ഓക്കെ, ആംഗുലർ വെലോസിറ്റിക്കും ഡയറക്ഷൻ ഉണ്ട്. ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി പാരലൽ ടു ദ ആക്സിസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഒമേഗയുടെ ഡയറക്ഷൻ, ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഓക്കെ, നമ്മുടെ ആക്സിസ് ഏതിലൂടെ പാസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് പോള് സൗത്ത് പോള് ഇത് കണക്ട് ചെയ്യുന്ന ലൈനിനെയാണ്, അതായത് എർത്തിൻ്റെ സെൻറ്ററിലൂടെ നോർത്ത് പോള് സൗത്ത് പോള് അതുകൂടെ കടന്നു പോകുന്ന ലൈനാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അതിന് പാരലൽ അതാണ് ഒമേഗയുടെ ഡയറക്ഷൻ, അതിന് പാരലാണ് ഒമേഗയുടെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഫിഗറിൽ ഞാൻ ഒരു ആർബിട്രറി പോയിന്റ്, എർത്തിൻ്റെ സർഫസിൽ ഒരു ആർബിട്രറി പോയിന്റ്, ആ പോയിന്റിന് എനിക്ക് ബേസിക്കലി എർത്ത് സർഫസിലുള്ള ഒരു പോയിന്റിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുക ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ടാണ്. ഓക്കെ, 10ാം ക്ലാസ് ജിയോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് പോട്ടെ, ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്മട്രിക് ആയിരിക്കും അതിൽ ഏത് പോയിന്റ് എടുത്താലും. ലാറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇക്വേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഈ ഫൈനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതും ഇക്വേറ്റർ ആ ഒരു ക്രോസ് സെക്ഷൻ തമ്മിലുള്ള ആ ഒരു ആംഗിളിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ് ഫൈ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഇല്ല. ഓക്കെ, വിൽ കണ്ടിന്യൂ. അപ്പോൾ ഓക്കെ, ഫൈൻ. ലാറ്റിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞു? ലാറ്റിറ്റ്യൂഡ് എന്നാൽ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇക്വേറ്റർ പ്ലെയിനിലേക്കുള്ള ആംഗിളിനെയാണ് ഞാൻ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഫൈ. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്നത്, ഇന്ത്യ ഈസ് ജസ്റ്റ് എബവ് ഇക്വേറ്റർ, ഇക്വേറ്ററിൻ്റെ കുറച്ച് മേലെയാണ്, ടുവേർഡ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യയുടെയൊക്കെ പൊസിഷൻ നിൽക്കുന്നത്. ഓക്കെ, സോ ലാറ്റിറ്റ്യൂഡ് മേ ബി ഒരു 10 ഡിഗ്രി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഓക്കെ, സോ ആ ഒരു ഡയറക്ഷനിലായിരിക്കും ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ മേലേക്ക് പോകും തോറും ഇക്വേറ്ററിൽ അപ്പോൾ ലാറ്റിറ്റ്യൂഡ് 0 ആയിരിക്കും. ഈവൻ എക്സാക്ട്ലി നോർത്ത് പോളിൽ ലാറ്റിറ്റ്യൂഡ് വന്നിട്ട് 90 ഡിഗ്രി ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ദ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ശരി, ഈ ഫിഗറിൽ നോക്കുക, ഒരു ആർബിട്രറി പോയിന്റ് മേ ബി സം യൂറോപ്പ് കൺട്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഒമേഗയുടെ ഡയറക്ഷനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി അപ്വേർഡ്, അതായത് സെൻറ്ററിൽ നിന്ന് ഒരു റേഡിയസ് വെക്ടർ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റേഡിയസ് വെക്ടറിൻ്റെ ഡയറക്ഷനാണ്
k ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എനിക്ക് ഒമേഗയെ k ഡയറക്ഷനിലേക്കും നോർത്തിലേക്കുള്ള ഡയറക്ഷനായിട്ട് j ഡയറക്ഷനിലേക്കും രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. So omega will have two components, one along north direction, one along vertically upward direction, that is z direction അല്ലെങ്കിൽ k ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ അറിയാം ഈ ഒമേഗയെ എനിക്ക് രണ്ട് കമ്പോണൻറ്റ് w cos ഫൈയും w അല്ല ഒമേഗ cos ഫൈയും ഒമേഗ സൈൻ ഫൈ ആയിട്ട് എഴുതാൻ പറ്റും. So omega can be represented as, vector omega can be represented as omega cos phi into j cap plus omega sin phi into k cap. Okay, ഒന്ന് നോർത്ത് ഡയറക്ഷനും ഒന്ന് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനും, അങ്ങനത്തെ രണ്ട് കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ കോറിയോളിസ് ഫോഴ്സ്. കോറിയോളിസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എനിക്കറിയാം, -2m ഒമേഗ ക്രോസ് വി പ്രൈം, അതാണ് കോറിയോളിസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഞാൻ ഒമേഗയും കമ്പോണൻ്റ് വൈസ് എഴുതിയിട്ടുണ്ട്, വി പ്രൈം എന്ന് പറയുന്നതും കമ്പോണൻ്റ് വൈസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ വെക്ടർ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും. സോ -2m ഇൻറ്റു ഒമേഗ കോസ് ഫൈ ജെ ക്യാപ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ് ക്രോസ് മൈനസ് വി പ്രൈം കെ ക്യാപ്. അവിടെ ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ, കെ ക്യാപ് ഡയറക്ഷനിൽ മാത്രമേ അത് മൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് മൈനസ് ഉണ്ട്, രണ്ട് മൈനസും കൂടി കമ്പൈൻ ചെയ്ത് പ്ലസ് ആയി. ഓക്കെ, ഇനി ഇതിലെ രണ്ട് പാർട്ടുണ്ട്, രണ്ട് പാർട്ടിനെയും ഞാൻ ഈ വി പ്രൈം കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കെ ക്യാപ്പ് കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ജെ ക്രോസ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ ആയിരിക്കും. ദെൻ രണ്ടാമത്തെ പാർട്ടിൽ കെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് കൊണ്ട് കോൺട്രിബ്യൂഷൻ ഇല്ല, ഒന്നാമത്തെ പാർട്ട് കൊണ്ട് മാത്രമാണ് കോൺട്രിബ്യൂഷൻ. സോ ദ റിസൾട്ടൻറ്റ് ഡയറക്ഷൻ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 2m ഒമേഗ വി പ്രൈം കോസ് ഫൈ ഇൻറ്റു ഐ ക്യാപ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്ലസ് ഐ ക്യാപ് ഡയറക്ഷനാണ്. പ്ലസ് ഐ ക്യാപ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ എർത്തിലൊരു പാർട്ടിക്കിൾ ഫ്രീ ഫോൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഇസ് എ കോറിയോളിസ് ഫോഴ്സ് ഹൂസ് എഫക്റ്റ് ഈസ് to drift the particle towards east. Okay, for example മഴ പെയ്യുന്നത്, that is an example of free fall. മേഘത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിരുന്നു. അപ്പോൾ അവിടുന്ന് വാട്ടർ വേപ്പർ എല്ലാം കൂടി സോൾഡിഫൈ ചെയ്ത് ഐസാവും. ഓക്കെ, ഐസാവുമ്പോൾ ഡെൻസിറ്റി കൂടി താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഫ്രീ ഫോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ടെമ്പറേച്ചർ കൂടി ഐസ് മാറി എന്തായി മാറും, വാട്ടറായി മാറും. സോ ദാറ്റ് ഈസ് ബേസിക്കലി റെയിൻ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫ്രീ ഫോൾ. അപ്പോൾ ആ കേസിൽ ഒരു മഴത്തുള്ളിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആൾവേസ് ഡിഫ്ലക്ട് ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് എപ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, പക്ഷെ ആ ഡിഫ്ലക്ഷൻ അത്ര പ്രൊമിനൻ്റ് ആയിരിക്കില്ല, ബിക്കോസ് ഇതിൽ എന്തൊക്കെ കമ്പോണൻറ്റ് വരുന്നത് നോക്കാം. ഓക്കെ, ഒരു കോസ് ഫൈ ഫാക്ടർ ഉണ്ട്, സോ ദാറ്റ് വേരീസ് ഫ്രം 0 to 1. ഓക്കെ, കോസ് തീറ്റ എന്ന് പറയുന്നത് 0 to 1 ആയിരിക്കും. ഓക്കെ, ദെൻ വി പ്രൈം വെലോസിറ്റി, അതൊക്കെ വളരെ ചെറിയ വെലോസിറ്റി ആയിരിക്കും. എം ഉണ്ട്, എം ചെറിയ മാസ് ആയിരിക്കും. ഒമേഗ, വാട്ട് ഈസ് ഒമേഗ? ഒമേഗ ഈസ് ആംഗുലർ വെലോസിറ്റി ഓഫ് എർത്തിൻ്റെ ആംഗുലർ വെലോസിറ്റി. എർത്തിൻ്റെ ആംഗുലർ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി, ആംഗിൾ ബൈ ടൈം, അതാണ് ആംഗുലർ വെലോസിറ്റി. ഓക്കെ, ഒരു തവണ കറങ്ങാൻ 2π റേഡിയൻ, അതാണ് ആംഗിൾ. ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന സമയം 24 hours എർത്തിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ കണ്ടുപിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഒമേഗ ഫോർ എർത്ത്, ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7.2 into 10⁻⁻⁴ വരും. ഓക്കെ, അപ്പോൾ അത്രയും ചെറിയ വാല്യൂ ആയിരിക്കും ഒമേഗ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി സ്മോൾ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് ഈ കോറിയോളിസ് ഫോഴ്സ് നമുക്ക് അത്ര ഒരു പ്രിഡോമിനൻ്റ് എഫക്റ്റ് നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ലാസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കത് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, അത്ര ഒരു വലിയ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ അതിന് പല എഫക്റ്റുകളും ഉണ്ട്, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും.
Okay, so that is basically Coriolis force. അപ്പോൾ Coriolis forceന്റെ എഫക്റ്റ് എന്ന് പറയുന്ന എർത്തിൽ ഇഫ് ഇറ്റ് ഇസ് എ ഫ്രീ ഫാൾ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു ഫ്രീ ഫാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സോ ആൾവേസ് ഇറ്റ് വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ഈസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അതാണ് ഈ ഫോഴ്സിന്റെ എഫക്റ്റ് എർത്തിന്റെ കേസ്. ഓക്കെ, നൗ വി വിൽ കൺസിഡർ അനദർ ടൈപ്പ് ഓഫ് മോഷൻ. ഫ്രീ ഫാൾ എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ മോഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എർത്തിൽ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ അത് വിൽ ലുക്ക് ലൈക്ക് എ ഫ്ലാറ്റ്. അപ്പം ആ ഡയറക്ഷൻ, ആ പ്ലെയിനിൻ്റെ ഡയറക്ഷനിൽ ആണ് മോഷൻ എങ്കിൽ, അങ്ങനെയാണ് ആ പാർട്ടിക്കിളിന് വെലോസിറ്റി എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡുകൾ. ഓക്കെ, സൈക്ലോണിക് വിൻഡ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് റിവർ. നമ്മുടെ എർത്തിൻ്റെ സർഫസിലാണ് റിവേഴ്സ്, നദികളെല്ലാം ഒഴുകുന്നത് എർത്തിൻ്റെ സർഫസിലാണ്. അപ്പോൾ ആ ഒഴുക്കിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരിക്കും. ഹൊറിസോണ്ടൽ മോഷനാണ്, വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ല. അപ്പോൾ നേരത്തെ കേസ് പറഞ്ഞ് വെർട്ടിക്കൽ മോഷൻ. അപ്പോൾ വെർട്ടിക്കൽ മോഷനിൽ ഇറ്റ് വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ഈസ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നൗ ഹൊറിസോണ്ടൽ മോഷനാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാനൊരു സ്പെഷ്യൽ കേസ് എടുക്കുകയാണ്. ഒരു സ്പെഷ്യൽ കേസ് ഞാൻ എന്താ എടുക്കുന്നത് വെച്ചാൽ ഐ എം ജസ്റ്റ് കൺസിഡറിങ് നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയർ അതായത് എർത്തിനെ ഇക്വേറ്ററിൽ ഒരു 2 കഷ്ണമാക്കി മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേലത്തെ ഹെമിസ്ഫിയറിന് നോർത്തേൺ ഹെമിസ്ഫിയറും താഴത്തെ ഹെമിസ്ഫിയർ സൗത്തേൺ ഹെമിസ്ഫിയറും. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു പാർട്ടിക്കിൾ ഇക്വേറ്റർ സൈഡിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എ വിൻഡ് മൂവിങ് ടുവേർഡ്സ് നോർത്ത്. ഇപ്പോൾ നോർത്തിലേക്ക് ഒരു വിൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്വേറ്റർ സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർത്തിൻ്റെ ഡയറക്ഷൻ ജെ എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ വി പ്രൈം, ആ വിൻഡിൻ്റെ വെലോസിറ്റീനെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വി പ്രൈം വെക്ടർ വി പ്രൈം ഈക്വൽ ടു വി പ്രൈം ഇൻറ്റു ജെ ക്യാപ്. ഒരു മാഗ്നിറ്റ്യൂഡ് ഒരു ഡയറക്ഷനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഐ എം ഡൂയിങ്. ഓക്കെ, ഒരു വെക്ടർ കമ്പോണൻറ്റിൽ എഴുതി ജെ ക്യാപ് കമ്പോണൻറ്റ്. ഓക്കെ, അതിൽ ജെ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നോർത്തിലേക്കാണ് കാറ്റ് പോകുന്നത് ഇക്വേറ്റർ സൈഡിൽ നിന്ന്. ഓക്കെ, now I am going to calculate the Coriolis force. Coriolis force ന്റെ മാഗ്നിറ്റ്യൂഡ് എനിക്കറിയാം, -2m omega cross v prime. Okay, so that is the magnitude. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒമേഗയ്ക്ക് 2 കമ്പോണൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒന്ന് ജെ കമ്പോണൻറ്റും ഉണ്ടാവും, ഒന്ന് കെ കമ്പോണൻറ്റും ഉണ്ടാവും. ഓക്കെ, ഒമേഗ കോസ് ഫൈ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഒമേഗ സൈൻ ഫൈ ഇൻറ്റു കെ ക്യാപ്. ഓക്കെ, ക്രോസ് വി പ്രൈം ജെ, ക്രോസ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജെ ക്രോസ് ജെ എന്ന് പറയുന്നത് 0 ആയി പോയി. ഓക്കെ, സോ ഫസ്റ്റ് കോസ് ഫൈ പാർട്ട് കൊണ്ട് നമുക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കില്ല, ദാറ്റ് വിൽ ബിക്കം 0. ദെൻ സൈൻ ഫൈ പാർട്ട് ഉണ്ട്, സൈൻ ഫൈ പാർട്ട് കൊണ്ട് കെ ക്രോസ് ജെ എന്ന് പറയുന്നത് -i ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ കെ ക്രോസ് ജെയിലെ -iയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസ് പ്ലസ് ആയി. So the remaining force will be 2m v prime omega sin phi I cap. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് തന്നു. ഡയറക്ഷൻ എങ്ങടായിരിക്കും? ഫോഴ്സിൻ്റെ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങടായിരിക്കും? ഐ ഡയറക്ഷൻ. ഐ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ടുവേർഡ്സ് ഈസ്റ്റിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇമാജിൻ ചെയ്യണം, കാറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇക്വേറ്റർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, നോർത്ത് പോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈസ്റ്റിലേക്ക് ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഈസ്റ്റിലേക്ക് ഫോഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡ് വന്നിട്ട് റൈറ്റിലേക്ക് തിരിയും. സോ ദ വിൻഡ് വിൽ ടേൺ ടുവേർഡ്സ് റൈറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ വിൻഡ് വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിയും, ഈസ്റ്റിലേക്ക് തിരിയും. ഓക്കെ, ഞാൻ ഇതേ കേസ് ഞാൻ നേരെ തിരിക്കുകയാണ്, ഇൻവേർട്ട് ചെയ്യാണ്. അതായത് നോർത്ത് പോളിൽ നിന്ന് ഇക്വേറ്റർ സൈഡിലേക്ക് ഒരു കാറ്റ് വീശുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വി പ്രൈമിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നേരെ തിരിച്ചാൽ മതി, ഒരു മൈനസ് കൊണ്ട് ഇട്ടാൽ മതി, കാരണം നേരെ -j ഡയറക്ഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് ദ ഓൺലി ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോറിയോളിസ് ഫോഴ്സിലും ഒരു എക്സ്ട്രാ മൈനസ് വരുന്നു മാത്രം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കേസ് നേരെ തിരിച്ചപ്പോൾ -i ഡയറക്ഷനിലായി അതിൻ്റെ ഫോഴ്സ്. -i എന്ന് പറയുന്നത് ഈസ്റ്റ് ആണെങ്കിൽ -i എന്ന് പറയുന്നത് വെസ്റ്റ് ആയിരിക്കും.
ഓക്കെ, അപ്പോൾ നോർത്ത് പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ വെസ്റ്റിലേക്ക് തിരിയും. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ എഗെയിൻ ദാറ്റ് ഈസ് ടേണിങ് റൈറ്റ്, വലതുവശത്തേക്കാണ് തിരിയുക. ഓക്കെ, അതേപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വരും, ഏത് ഡയറക്ഷനിൽ വന്നാലും അത് വലതുവശത്തേക്ക് തിരിയും. ഹൊറിസോണ്ടൽ മോഷൻ്റെ കേസിൽ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് ഡയറക്ഷനിൽ കാറ്റ് പോയാലും ദാറ്റ് വിൽ ടേൺ ടുവേർഡ്സ് റൈറ്റ്, റൈറ്റ് സൈഡിലേക്ക് അതിനൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. കോറിയോളിസ് ഫോഴ്സ് പറയുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മീനിങ്. ഇനി സൗത്തിലാണെങ്കിൽ നേരെ തിരിയും, സൗത്തിലാണെങ്കിൽ കണ്ടീഷൻ തിരിയും, സൗത്തിലാണെങ്കിൽ ഇത് ലെഫ്റ്റിലേക്കാണ് തിരിയുക. സൗത്തേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്ററിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് പോകും തോറും എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ എന്ത് നടത്തി കഴിഞ്ഞാലും ദാറ്റ് വിൽ ടേൺ ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ കോറിയോളിസ് ഫോഴ്സ് ഞാൻ പറഞ്ഞു ഒമേഗ വളരെ ചെറുതാണ് എർത്തിൻ്റെ കേസിൽ. അപ്പോൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ചില കേസിൽ ദാറ്റ് വിൽ ബിക്കം വെരി പ്രൊമിനൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പോവാം. ഓക്കെ, ബേസിക്കലി വിൻഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്. ഓക്കെ, ബേസിക്കലി വിൻഡ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റീജിയനിൽ, ഒരു ഹോട്ട് റീജിയൻ, അവിടുത്തെ എയർ മോളിക്യൂളിൻ്റെ ചൂട് കൂടുതലാണെങ്കിൽ ആ എയർ മോളിക്യൂൾസ് ഹോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, അപ്പോൾ അത് മേലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അത് അവിടെ നിന്നിരുന്ന സ്ഥലത്ത് ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, കൂളായിട്ടുള്ള മോളിക്യൂൾസ് ഈ റീജിയനിലേക്ക് വരും, ആ പ്രഷർ കുറവ്, ആ പ്രഷർ ഡിഫറൻസ് കാരണം. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി വിൻഡ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വിൻഡ് എന്താണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ സപ്പോസ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെന്ന് വിചാരിക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു തീ കത്തിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിക്കിൾസ് ഒക്കെ, എയർ പാർട്ടിക്കിൾസ് ഒക്കെ മേലേക്ക് പോകും. അപ്പോൾ എന്ത് സംഭവിക്കും, 4 പുറത്തുനിന്നും തണുത്ത മോളിക്യൂൾസ് അങ്ങോട്ട് വരും, അല്ലെങ്കിൽ കാറ്റ് അങ്ങോട്ട് വരും. അത് 4 സൈഡിൽ നിന്നും വരും. അപ്പോൾ അങ്ങനെ ഒരു ലോ പ്രഷർ റീജിയനിലേക്ക്, അല്ലെങ്കിൽ നടുക്കൊരു ഹോട്ട് റീജിയൻ ആണെങ്കിൽ അവിടേക്ക് ചുറ്റും 4 പുറത്തുനിന്നും എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വിൻഡ് വന്നുകൊണ്ടിരിക്കും. ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വിൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾവേസ് ടേൺ ടുവേർഡ്സ് റൈറ്റ്, റൈറ്റിലേക്ക് തിരിയും. അടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലെ ലെഫ്റ്റ് ഇമേജ് നോക്കുക, അതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ അങ്ങനെ വിൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു, ഇക്വേറ്ററിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, നോർത്തിൽ നിന്ന് താഴേക്ക് ഇക്വേറ്റർ സൈഡിലേക്ക് വരുമ്പോൾ എഗെയിൻ ദാറ്റ് വിൽ ടേൺ ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ എയർ മോളിക്യൂൾസിൻ്റെ പാത്താണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കടന്ന് ചുറ്റും എയർ മോളിക്യൂൾസ്. ദാറ്റ് മീൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മളൊരു സാറ്റലൈറ്റിൽ നിന്ന് ഫോട്ടോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ വിൻഡിൻ്റെ ഡയറക്ഷൻ. 4 സൈഡിൽ നിന്നും വരുമ്പോൾ അതിനൊരു കോറിയോളിസ് ഫോഴ്സ് കൊണ്ടൊരു ഡ്രിഫ്റ്റ് വിൻഡ് ടുവേർഡ്സ് റൈറ്റ്. സോ ദ പാത്ത് വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൈറൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോൾ ഒരു സൈക്ലോൺ ഉണ്ടാവുന്നോ അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ദാറ്റ് വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഇനി ഇതിൻ്റെ എഫക്റ്റ് നേരെ തിരിഞ്ഞു, എവിടെ, സൗത്തേൺ ഹെമിസ്ഫിയറിൽ നേരെ തിരിഞ്ഞു. അതാണ് റൈറ്റ് സൈഡിലെ ഇമേജ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മോഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റിലേക്കാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സൈക്ലോൺസ് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് തിരിയുക. ഓക്കെ, അപ്പോൾ സൈക്ലോണിക് വിൻഡിൻ്റെ ആ ഒരു നേച്ചർ രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ് ഈ 2 ഹെമിസ്ഫിയറിലും, സൗത്തേൺ ഹെമിസ്ഫിയറിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോറിയോളിസ് ഫോഴ്സ് ആണ് അതിൻ്റെ റീസൺ. ഇനി ഇതിന് വേറെയും കുറേ എഫക്റ്റുകളുണ്ട്, നമ്മളതിലേക്ക് വരാം. ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ബേസിക്കലി നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻഡ് എങ്ങടാ ടേൺ ചെയ്യുക, ടുവേർഡ്സ് റൈറ്റിലേക്കാണ് ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേ എഫക്റ്റ് നമ്മൾ നദികളിലും ഉണ്ടാവും. ഒഴുക്ക്, എവിടെ ഒരു വാട്ടർ ഫ്ലോ ഉണ്ടോ, ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റൈറ്റിലേക്കാണ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പം നമ്മുടെ നമ്മളൊക്കെ ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എപ്പോഴും വാട്ടർ മോളിക്യൂൾസ് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കാരണം റൈറ്റ് സൈഡ് ബാങ്കിൽ ഇറോഷൻ ഉണ്ടാവും. സോ റൈറ്റ് സൈഡ് ബാങ്ക്സ് ഓഫ് ദ റിവേഴ്സ് വിൽ ബി എറോഡഡ് ഫാസ്റ്റ്.
അവിടെ ആയിരിക്കും കൂടുതൽ എറോഷൻ ഉണ്ടായിരിക്കുക. എഫക്റ്റ് ചെറുതാവും, നമുക്ക് അത്ര നോട്ടീസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ദാറ്റ് വിൽ ബിക്കം പ്രൊമിനൻറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നദിയിലൊരു ഒരു ഒരു ഒബ്ജക്റ്റ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. സോ അത് എപ്പോഴും റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ചളികൾ അല്ലെങ്കിൽ വന്ന് അടിയാൻ സാധ്യത കൂടുതൽ എവിടെയാണ്? റൈറ്റ് സൈഡിലാണ് വരിക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഈ സൗത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഇതൊക്കെ നേരെ തലതിരിയും. വിൻഡ് ലെഫ്റ്റിലേക്ക് തിരിയും. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ബാങ്ക്സ് ഓഫ് ദ റിവേഴ്സ് ആർ എറോഡഡ് ഫാസ്റ്റ്. സിമിലർലി റിവേഴ്സ് വിൽ ബൈപാസ് ഒബ്സ്റ്റക്കിൾസ് ടു ദ ലെഫ്റ്റ്, സൗത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു വരുന്നത് ഈ കോറിയോളിസ് ഫോഴ്സ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണെങ്കിലും അതിന് ഒരുപാട് എർത്തിൽ ഒരുപാട് പ്രാക്ടിക്കൽ എഫക്ട്സ് ഉണ്ട്. ഓക്കെ, now we will just see a problem. Okay, an example problem. So അതിൽ പറഞ്ഞിരിക്കുന്നത് a stone is allowed to fall under gravity, free fall ആണ്, ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഒരു ടവറിൻ്റെ മേലെന്ന് വീഴാണ്. ആ ടവറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 100 മീറ്റർ ഹൈ അറ്റ് ദ ഇക്വേറ്റർ. ആൻഡ് ആ ടവർ നിൽക്കുന്നത് ഇക്വേറ്ററിലാണ്. ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് തന്നു എന്നാണ് ചുരുക്കം. സോ ലാറ്റിറ്റ്യൂഡ് ഈസ് 0, phi equal to 0 at the equator. Now you have to find the horizontal displacement of the stone due to Earth's rotation. എത്ര ഹൊറിസോണ്ടലി ഡിസ്പ്ലേസ് ചെയ്തു, അതായത് കോറിയോളിസ് ഫോഴ്സ് കൊണ്ട് എത്ര ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ കോറിയോളിസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. ഓക്കെ, സോ കോറിയോളിസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ കോറിയോളിസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2m ഒമേഗ വി കോസ് ഫൈ ഇൻറ്റു ഐ ക്യാപ്. ഇതാണ് കോറിയോളിസ് ഫോഴ്സ്. ഓക്കെ, നമുക്ക് ഫോഴ്സ് വേണ്ട, നമുക്ക് ആക്സിലറേഷൻ എടുത്താൽ മതി. ആക്സിലറേഷൻ എടുക്കണമെങ്കിൽ ആ എം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആയി. ഓക്കെ, സോ ബേസിക്കലി എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അതാണ് കോറിയോളിസ് ഫോഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2m ഒമേഗ ക്രോസ് വി അല്ലെങ്കിൽ -2m ഒമേഗ വി കോസ് ഫൈ. ഓക്കെ, അപ്പോൾ അതിൽ എം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വെറും ആക്സിലറേഷൻ ആയി. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു -2 ഒമേഗ വി സെഡ് കോസ് ഫൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ആകെ മൊത്തം ആ ഫോൾ 100 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി നമ്മൾ ടി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രീ ഫോൾ ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി വി സെഡ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ എ ടി മാത്രം. എ എന്ന് പറയുന്നത് ഇവിടെ -g ആയിരിക്കും. ആക്സലറേഷൻ ഈക്വൽ ടു -g ആണ്. സോ വി സെഡ് ഈക്വൽ ടു -gt എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ. ഓക്കെ, അപ്പോൾ ആ മൊത്തം ആ 100 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഫോമിൽ കൊടുക്കാം. അതിൽ യു ടി ഇനീഷ്യൽ വെലോസിറ്റി ചെയ്യുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ യു ടി ഇല്ല. സോ ഹാഫ് എ ടി സ്ക്വയർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് സെഡ്. ഞാൻ ആ എസിന് പകരം സെഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ സെഡ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. അപ്പം അങ്ങനെ ടി ആണെങ്കിൽ √2s/g അല്ലെങ്കിൽ 2z/g എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ സെഡ് എന്ന് പറയുന്ന ആ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 100 മീറ്റർ ആണ്. ഡിവൈഡ് ബൈ ജി എനിക്കറിയാം. സോ ടൈം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി, ദാറ്റ് ഈസ് 4.5 seconds. അപ്പോൾ ടോട്ടൽ അത് ഫ്രീ ഫോൾ 100 മീറ്റർ ട്രാവൽ ചെയ്യാൻ 4.5 സെക്കൻഡ് എടുക്കും. ഓക്കെ, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു -m ഒമേഗ സെഡ് കോസ് ഫൈ. ഓക്കെ, സോ അതാണ് അതന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ കോറിയോളിസ് ആക്സിലറേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിൽ ഇക്വേറ്റർ ആണെന്നുണ്ടെങ്കിൽ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് ഫൈ ടേം 1 ആയി മാറി, കുറച്ചും കൂടി സിമ്പിളായി മാറി. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു -2 ഒമേഗ വി സെഡ്, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. വി സെഡിനെ ഞാൻ -gt എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഒമേഗ ജി ടി. ഇതാണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, കോറിയോളിസ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ അതിന് ഒരു തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡി എക്സ് ബൈ ഡി ടി കിട്ടും. ഇതിന് ഒരു തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. സോ ഡി എക്സ് ബൈ ഡി ടി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 2 ഒമേഗ ജി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി സ്ക്വയർ ബൈ 2 വരും. സോ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്.
ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടൈം t 0 ആയിരിക്കുമ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി ടുവേർഡ്സ് എക്സ് ഡയറക്ഷൻ. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതന്നെ ഇല്ല, സ്റ്റാർട്ടിംഗ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആയിരിക്കും, നോ ഫോഴ്സ്. ഓക്കെ, സോ അപ്പോൾ എന്തായി മാറി? സോ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 0 ആയി മാറി. അപ്പോൾ സി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്ത്, ഈ ഇത്രയും പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സി 0 ആയി മാറി. കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ 0 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ജി ടി സ്ക്വയർ വന്നു. അപ്പോൾ അതിനൊന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി ക്യൂബ് ബൈ 3 വരും പ്ലസ് ഡി. ഓക്കെ, എഗെയിൻ ടി 0 ആകുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ എക്സും 0 ആയിരിക്കും, ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഓക്കെ, സോ ഡി 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? എഗെയിൻ എക്സ് ഈക്വൽ ടു 1/3 ഒമേഗ ജി ടി ക്യൂബ്. ഇതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. എക്സ് ഡയറക്ഷനിൽ, ഈസ്റ്റ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഈസ്റ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒമേഗ നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എർത്തിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 2π/24 hours അല്ലെങ്കിൽ 2π/24 × 60 × 60. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ 7.2 × 10⁻⁻5 വരും. ഓക്കെ, ഞാൻ നേരത്തെ -4 പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഒരു ഓർഡർ തെറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഫൈനലി യു വിൽ എൻഡ് അപ്പ് ആസ് 2.2 സെൻറ്റിമീറ്റർ. അപ്പോൾ 100 മീറ്റർ വീഴുമ്പോഴേക്കും ആകെ 2 സെൻറ്റിമീറ്റർ മാത്രമേ ഡ്രിഫ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യാനില്ല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ കാറ്റുകൊണ്ട് ചെറുതായിട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് എറർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ കോറിയോളിസ് ഫോഴ്സ് ഈസ് വെരി സ്മോൾ, ബട്ട് സംടൈംസ് ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി വെരി പ്രോമിനൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞു. നമ്മൾ വി വിൽ കണ്ടിന്യൂ ദ ക്ലാസ് ഇൻ നെക്സ്റ്റ് ലെക്ചർ. ഓക്കെ, താങ്ക് യു.